നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിഫ്റ്റിയുടെ വീക്ക്ലി അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മന്ത്ലി വ്യൂ, അതിനുശേഷം വീക്ക്ലി വ്യൂവിൽ നിഫ്റ്റിയുടെ ചാർട്ട് അനാലിസിസ് ചെയ്യും. അപ്പോൾ ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, കൃത്യമായ ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി. അപ്പോൾ നമ്മൾ ആദ്യമേ നിഫ്റ്റിയുടെ മന്ത്ലി വ്യൂ ഓപ്പൺ ആക്കി. മന്ത്ലി വ്യൂവിൽ ഈ ഓരോ ക്യാൻഡിൽസും സൂചിപ്പിക്കുന്നത് നിഫ്റ്റിയുടെ ഒരു മന്തിൽ ഉണ്ടായ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്സ് ആണ് ഓരോ ക്യാൻഡിലും സൂചിപ്പിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഈ ഒരു ഫോം ചെയ്തിരിക്കുന്ന ഈ ഒരു ക്യാൻഡിൽ, ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ക്യാൻഡിൽ 2023 ഫെബ്രുവരി മാസത്തെ ക്യാൻഡിലാണ്. ഈ ഒരു ക്യാൻഡിൽ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസിങ് തന്നിട്ടില്ല, ജസ്റ്റ് മാസം സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം പകുതിയാകുന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു നിലവിലത്തെ കണ്ടീഷനിൽ നമുക്ക് 2022 ഡിസംബർ മാസത്തെ ക്യാൻഡിൽ, അതുപോലെ തന്നെ 2023 ജനുവരി മാസം, ഈ ഒരു 2 മാസവും വളരെ വലിയൊരു ബിയറിഷ് മൂവ്മെൻ്റ് ആണ് മാർക്കറ്റിലുണ്ടായത്. അപ്പം 18,900 എന്ന മാർക്കറ്റിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് 17,350 എന്ന ഒരു നല്ലൊരു ഇത്രയും വളരെ വലിയൊരു മൂവ്മെൻറ്റ് തന്നു. ഏകദേശം 1500 പോയിൻറ്റ് സംതിങ് ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റ് താഴോട്ട് ഫാള് ആയി. അതിനുശേഷം ഈ ഒരു റീജിയണിൽ നിന്ന് ചെറിയൊരു ബൈയിങ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ക്യാൻഡിലും ഒരു വിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഫെബ്രുവരി മാസത്തെ ക്യാൻഡിലും ഒരു വിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു ബിഗിനറാണ്, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നതിനെക്കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു പ്ലേലിസ്റ്റ് ലഭിക്കും. അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ലഭ്യമാവും. അത് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു റീജിയണിൽ നല്ലൊരു വിക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ബൈയിങ് പ്രഷർ നമുക്ക് ചെറിയ രീതിയിൽ ഈ ഒരു ക്യാൻഡിൽ, മന്ത്ലി ക്യാൻഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ചെറിയ രീതിയിൽ മാത്രമേ ഉള്ളൂ. ഇത് കൺഫർമേഷൻ ഒന്നുമല്ല, ഒരു പോസിറ്റീവ് സൈഡിലേക്ക് ഒന്നും പോകാനുള്ള കൺഫർമേഷനിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. മിനിമം ഈ ഒരു റീജിയണിലൊക്കെ മുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അതിന് മുകളിൽ ഒരു ക്ലോസിംഗ് ഒക്കെ തന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലോങ് ടൈമിൽ ഇവിടെ നിന്ന് ഒരു അപ്സൈഡ് മൊമെൻറ്റം വെച്ച് ആ മുകളിലേക്ക് വീണ്ടും അപ്സൈഡ് മൊമെൻറ്റത്തിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് കൺസിഡർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വീക്ക്ലി വ്യൂവിലേട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ വീക്ക്ലി വ്യൂവിലേക്ക് പോയി നല്ല സപ്പോർട്ട് റീജൻസ്, നല്ല റെസിസ്റ്റൻസ് റീജൻസ് ഒക്കെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ പ്രോ സ്ട്രാറ്റജി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. അവിടെ പോയി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. നമ്മൾ വീക്ക്ലിയിൽ ഒരു റെഗുലർ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വീക്ക്ലിയിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയുടെ ഈ ഒരു ലാസ്റ്റ് വീക്കിലെ ക്യാൻഡിൽ, അതായത് ഒരു വളരെ വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും തന്നിട്ടില്ല. നിഫ്റ്റി ഒരു ചെറിയ റേഞ്ചിൽ കുറച്ച് താഴോട്ടും കുറച്ച് മുകളിലേക്കും, അതിനുശേഷം ഫൈനലി ഒരു ചെറിയൊരു ബോഡിയോടുകൂടി ഒരു ചെറിയൊരു പോസിറ്റീവായിട്ട് ഒരു ക്ലോസിംഗ് ആണ് നിഫ്റ്റി തന്നിരിക്കുന്നത്. അപ്പം മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈനിനെ ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു റീജിയണിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വന്നു, അതിനുശേഷം ഇവിടെ കൺസോളിഡേറ്റ് ചെയ്ത് ആ ഒരു ട്രെൻഡ് ലൈനിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും താഴോട്ട് വന്നു. ഒരുപക്ഷെ ഈ ഒരു 2 പോയിൻ്റ് വെച്ച് നമ്മളൊരു ട്രെൻഡ് ലൈൻ വരച്ചതുകൊണ്ട് ഒരുപക്ഷെ ഇവിടെ നിന്ന് ഈ ഒരു മുകളിലേക്ക് പോകുമ്പം ഈ ഒരു റീജിയണിൽ നിന്ന് വീണ്ടും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത് ഒരു യു ടേൺ എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ചാർട്ടിൽ കണ്ട് മനസ്സിലാക്കുന്നത് വരെ നമുക്ക് ഇത് ജസ്റ്റ് ഒരു എക്സ്പെക്റ്റേഷനാണ്, ഇങ്ങനെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന്. അപ്പോൾ ചാർട്ടിൽ വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കണം ഇങ്ങനെ ഒരു യു ടേൺ എടുക്കുന്നുണ്ടോ എന്ന്. നമ്മൾ യു ടേൺ എടുത്തതിന് ശേഷം നമുക്ക് താഴോട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്ത്, ഏത് ട്രേഡിംഗ് മെത്തേഡാണെങ്കിലും നമുക്ക് താഴോട്ട് വീണ്ടും മൂവ്മെൻറ്റ്സ് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു റീജിയണിൽ നിന്ന് ഒരു പക്ഷേ താഴോട്ട് വരികയാണ്. അപ്പോൾ താഴോട്ട് വരികയാണെങ്കിൽ ഈ ഒരു 17,800 എന്ന റീജിയൺ, 17,780, 17,800 എന്ന റീജിയൺ, അതിന് താഴെ ഒരു ഡെയിലിയിലാണെങ്കിലും ഒരു അത്യാവശ്യം നല്ലൊരു ബോഡിയോട് കൂടി ഒരു ക്യാൻഡിൽ നമുക്ക് ക്ലോസിങ് തരികയാണെങ്കിൽ, താഴോട്ടൊരു ക്ലോസിങ് തരികയാണെങ്കിൽ വീണ്ടും താഴോട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം നെക്സ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു റീജിയനാണ്. ആ ഒരു റീജിയൻ എത്രയാണ്? 17,350 17,350 എന്ന റീജിയനാണ് നെക്സ്റ്റ് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. അപ്പം അതും ബ്രേക്ക് ഡൗൺ തരികയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ലെവലായിട്ട് 16,800. ഓക്കെ, ഇതാണ് നമ്മൾ താഴോട്ട് എക്സ്പെക്റ്റ് ചെയ്യേണ്ട ലെവൽസ്. ഇനി മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് കുറച്ചും കൂടെ മുകളിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ ഒരു റീജിയൻ 18,200 എന്ന റീജിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 18,200, 250, 18,250 മുകളിൽ നമുക്കൊരു വീക്ക്ലിയിൽ ഒരു ക്ലോസിങ് തരികയാണെങ്കിൽ, 18,250 മുകളിൽ ഒരു വീക്ക്ലിയിൽ ക്ലോസിങ് തരികയാണെങ്കിൽ
വീണ്ടും നമ്മൾ മുകളിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യാം 18,600 വരെ, 18,600 വരെ. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് 18,900 എന്ന മാർക്കറ്റിൻ്റെ ഓൾ ടൈം ഹൈ. അപ്പോൾ ഇത്രയും ലെവൽസാണ് എൻ്റെ അനാലിസിസിൽ നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇങ്ങനെയുള്ള സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ട്രെൻഡ് ലൈൻസ്, ഈ കാര്യങ്ങളെല്ലാം ഡ്രോ ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ട്യൂട്ടോറിയൽ ഉണ്ട്. ആ ട്യൂട്ടോറിയലിൽ പോയി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും ഒരു ബിഗിനർ ആണെങ്കിൽ. അപ്പം നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ടിൽ ഈ ഒരു ട്രെൻഡ് ലൈൻസ് ഡ്രോ ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഏത് ഡയറക്ഷനിലേക്കാണ് പോകാൻ കൂടുതൽ ചാൻസ് എന്ന് നമുക്ക് ഓരോ ദിവസം കഴിയുമ്പോഴത്തേനും മനസ്സിലാകും. അതിൻ്റെ കൂട്ടത്തിൽ മാർക്കറ്റിലുണ്ടാകുന്ന ന്യൂസസും കൂടെ ഒന്ന് ക്ലബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു പ്രഡിക്ഷൻ്റെ കൂട്ടത്തിൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ന്യൂസസും കൂടെ ക്ലബ് ചെയ്ത് കഴിയുമ്പം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല പ്രഡിക്ഷൻസ് നടത്തി നല്ല എൻട്രീസ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. നല്ല നമ്മുടെ കൃത്യമായ ഡയറക്ഷൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഈ ഒരു നിഫ്റ്റിയുടെ ചാർട്ട് നമുക്കൊരു ബിയറിഷ് മൂവ്മെൻ്റ് ആണ് തരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള ഈ 60-70% സ്റ്റോക്സും താഴോട്ടാണ് മൂവ്മെൻറ്റ്സ് വരാനുള്ള പോസിബിലിറ്റി. അതുപോലെ തന്നെ നിഫ്റ്റി മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ കൂടുതലായിട്ടുള്ള സ്റ്റോക്കുകൾ മുകളിലേക്ക് പോകാനാണ് പോസിബിലിറ്റി. അപ്പോൾ നമ്മൾ മാർക്കറ്റ് പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സ്വിംഗ് ട്രേഡിങ്സ് ഒക്കെ എടുക്കാനും ബ്രേക്ക് ഔട്ട് എൻട്രീസ് എടുക്കുന്നതും എപ്പോഴും ബെറ്ററാണ്. മാർക്കറ്റ് കറക്ഷനിലേക്ക് വരുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റോക്സുകൾ നല്ല വാലുവേഷനിൽ പതിയെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുന്നതും ബെറ്ററാണ്. പിന്നെ നമുക്ക് ഓപ്ഷൻ സെല്ലിങ് പോലെയുള്ള മെത്തേഡ്സ് ഉപയോഗിച്ച് നമുക്ക് റെഗുലറായിട്ട് ഇൻകവും ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഏത് ഡിമാറ്റ് അക്കൗണ്ടാണ് നിങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ നിങ്ങളുടെ മെത്തേഡിന് അനുകൂല്യം എന്ന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ലഭിക്കും. ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാനും സാധിക്കുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.